അധിഷ്ഠാന ദേവൻ ഭഗവാനാണ്. അങ്ങനെ ഈ സമയത്ത്, ഈ ഒരു ചടങ്ങ് നടക്കുന്ന ആ സമയത്ത് മനോഹര ശ്രീകൃഷ്ണ രൂപത്തെ വർണ്ണിച്ച് ഒരു ഗാനം ചെയ്യണം എന്ന് ബ്രഹ്മാവ് അപേക്ഷിച്ചു. ആ സമയത്ത് ഭഗവാൻ മഹാദേവൻ ആനന്ദഭൈരവി രാഗത്തിൽ ഒരു ഗീതം ആലപിച്ചുകൊണ്ട് തിരുനടനം ചെയ്തു. ഇനി മുൻപ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മ സ്വരൂപം എന്നത് ജലകണികകൾ ആണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ, ജലമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ, ആ പരമാത്മാവ് ഒരു രൂപം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഈ ജലം ഐസ് ആകുന്നത് പോലെയാണ്. അപ്പോഴാണ് ഒരു രൂപം ഉണ്ടാകുന്നത്. ഇതേപോലെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ ഈ കഥ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഭഗവാൻ ആദിനാരായണൻ സ്വീകരിച്ച ശ്രീകൃഷ്ണ രൂപം അതൊരു ഐസാണ് എങ്കിൽ അതങ്ങനെ ലയിച്ച് വീണ്ടും ജലമായി തീരുന്നു എന്ന രീതിയിൽ ഇവിടെ പറയുകയാണ്. മഹാദേവന്റെ മധുരഗാന സുധയിൽ ശ്രീകൃഷ്ണ മഞ്ജുരൂപം അലിഞ്ഞ് ഒരു പുണ്യതീർത്ഥമായി തീർന്നു. അതോടൊപ്പം ശാപഫലം എന്ന വണ്ണം ഗംഗാദേവിയും അതിൽ ലയിച്ച് ഒരു ജലമായി പരിണമിച്ചു. ഇങ്ങനെ ഭഗവാൻ